ക്രൈസ്തവ സഭയുടെ അടിസ്ഥാനമാണ് സത്യവേദ പുസ്തകം എന്ന മലയാളത്തിൽ പറയുന്ന ബൈബിൾ. ഈ വാക്ക് ഉണ്ടാകുന്നത് ബിബ്ലോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ബിബ്ലോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം പുസ്തകം എന്നാണ്. ബൈബിളിന് രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട്. ഒന്ന് പഴയ നിയമം, രണ്ട് പുതിയ നിയമം. പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളുമുണ്ട്. ബൈബിളിലെ ഏറ്റവും വലിയ അധ്യായം 119 സങ്കീർത്തനവും ഏറ്റവും ചെറിയ അധ്യായം 117 സങ്കീർത്തനവുമാണ്. പഴയ നിയമത്തിൽ അധിക ഭാഗവും എബ്രായ ഭാഷയിലാണ് ആദ്യമായി എഴുതപ്പെട്ടത്. ദാനിയേൽ പ്രവചനം എഴുതപ്പെട്ടത് അരാമിക് ഭാഷയിലും പുതിയ നിയമം എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലുമാണ്. 2025 ഓഗസ്റ്റിലെ കണക്കിൻ പ്രകാരം ബൈബിൾ മുഴുവനായി 776 ഭാഷകളിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നിയമം 1798 ഭാഷകളിലും ബൈബിളിന്റെ ഭാഗങ്ങൾ 4007 ഭാഷകളിലും പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ബൈബിളിലെ 66 പുസ്തകങ്ങളെ നമുക്ക് 5 ഭാഗങ്ങളായി തിരിക്കാം. ഒന്ന്, മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്നീ 5 ഗ്രന്ഥങ്ങളാണ് മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളായി അറിയപ്പെടുന്നത്. രണ്ടാമത് ചരിത്ര പുസ്തകങ്ങളാണ്. യോശുവ, ന്യായാധിപന്മാർ, രൂത്ത്, രാജാക്കന്മാരുടെ പുസ്തകങ്ങൾ. 1 ശമൂവേൽ, 2 ശമൂവേൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ. എസ്ര, നെഹമ്യാവ്, എസ്തേർ. 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം. ഇത്രയും പുസ്തകങ്ങളാണ് ചരിത്ര പുസ്തകങ്ങളായി അറിയപ്പെടുന്നത്. അടുത്തത് കാവ്യഗ്രന്ഥങ്ങൾ. സങ്കീർത്തനങ്ങൾ, ഇയ്യോബ്, ഉത്തമഗീതം, സദൃശ്യവാക്യങ്ങൾ എന്നിവയാണ് ബൈബിളിലെ കാവ്യഗ്രന്ഥങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നാലാമതായി പ്രവാചക പുസ്തകങ്ങളാണ്. യെശയ്യാ, യിരെമ്യാ, യെഹെസ്കേൽ, ദാനിയേൽ, ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ. ഇത്രയും പുസ്തകങ്ങൾ പ്രവാചക പുസ്തകങ്ങളായി അറിയപ്പെടുന്നു. അഞ്ചാമത് പുതിയ നിയമം. സുവിശേഷങ്ങൾ, അപ്പോസ്തല പ്രവൃത്തികൾ, പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങൾ, മറ്റ് ലേഖനങ്ങൾ, വെളിപ്പാട് പുസ്തകം. ഇതാണ് പുതിയ നിയമം. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം ആരംഭങ്ങളുടെ പുസ്തകമായി അറിയപ്പെടുന്നു. ഇതിൽ സൃഷ്ടിപ്പിനെ പറ്റിയുള്ള വിവരങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസഫ് എന്നിവരുടെ ചരിത്രങ്ങളും ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം വീണ്ടെടുപ്പിനെ പറ്റിയുള്ള ഒരു ഗ്രന്ഥമാണ്. അതിൽ ഇസ്രായേൽ മക്കളുടെ മിസ്രൈമിൽ നിന്നുള്ള വിടുതലിനെ പറ്റിയും അവരുടെ മരുഭൂമിയിലൂടെയുള്ള യാത്രയെപ്പറ്റിയും സമാഗമന കൂടാരത്തിന്റെ പണിയെപ്പറ്റിയും രേഖപ്പെടുത്തിയിരിക്കുന്നു. പൗരോഹിത്യത്തെപ്പറ്റിയും യാഗങ്ങളെയും വഴിപാടുകളെപ്പറ്റിയും പ്രതിപാദിക്കുന്ന പുസ്തകമാണ് ലേവ്യ പുസ്തകം. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ വന്നപ്പോഴും മരുഭൂമിവാസം കഴിഞ്ഞ് കനാനിലേക്ക് പോയപ്പോഴുമുള്ള അവരുടെ സംഖ്യകളെ കാണിക്കുന്ന ഒരു പുസ്തകമാണ് സംഖ്യാ പുസ്തകം. ആവർത്തന പുസ്തകം ദൈവം ഇസ്രായേലിന് നൽകിയ കൽപ്പനകളും നിയമങ്ങളെയും ആവർത്തിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. യോശുവയുടെ പുസ്തകത്തിൽ ഇസ്രായേലിയർ കനാൻ നാട് ആക്രമിച്ച് കീഴടക്കിയതിന്റെയും ഇസ്രായേലിയർക്ക് കനാൻ നാട് ഭാഗിച്ചു കൊടുത്തതിന്റെയും വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ ഇസ്രായേലിന്റെ 13 ന്യായാധിപന്മാരുടെ ഭരണത്തെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് നൽകിയിരിക്കുന്നത്. അടുത്തതായി രൂത്തിന്റെ പുസ്തകം. ന്യായാധിപന്മാരുടെ കാലത്ത് നടന്ന ഒരു സംഭവ കഥയാണ് അതിൽ നൽകിയിരിക്കുന്നത്. 1, 2 ശമൂവേലിന്റെ പുസ്തകങ്ങൾ ശമൂവേൽ പ്രവാചകന്റെയും ദാവീദ് രാജാവിന്റെയും കാലങ്ങളിലെ ഇസ്രായേലിയരുടെ ചരിത്രമാണ് നൽകിയിരിക്കുന്നത്. രാജാക്കന്മാരുടെ 1, 2 പുസ്തകങ്ങളിൽ ശലോമോന്റെ ഭരണം മുതൽ രാജവംശത്തിന്റെ അന്ത്യം വരെയുള്ള സംഭവങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ദിനവൃത്താന്തം 1-ാം പുസ്തകത്തിൽ ആദാം മുതലുള്ള വംശാവലി മുതൽ ആരംഭിച്ച് ഇസ്രായേലിന്റെ ചരിത്രം ആവർത്തിച്ചിരിക്കുന്നു. അതിന്റെ തുടർച്ചയായി ചരിത്രം 2-ാം പുസ്തകത്തിലും നൽകിയിരിക്കുന്നു. എസ്രയുടെ പുസ്തകം യെരുശലേം ദേവാലയം രണ്ടാമത് പണിതതിന്റെ കഥയാണ്. നെഹമ്യാവിന്റെ പുസ്തകം യെരുശലേമിലെ മതിലുകൾ വീണ്ടും പണിതതിന്റെ വിവരങ്ങളാണ്. എസ്തേറിന്റെ പുസ്തകം പഴയ നിയമത്തിൽ അവസാനത്തെ ചരിത്ര പുസ്തകമാണ്. യഹൂദന്മാർ പേർഷ്യയിൽ അടിമകളായിരുന്ന കാലത്തെ സംഭവങ്ങളാണ് അതിലുള്ളത്. ഇയ്യോബ്, സങ്കീർത്തനങ്ങൾ, സദൃശ്യവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം എന്നിവ പഴയ നിയമത്തിലെ കാവ്യ ഗ്രന്ഥങ്ങളായി അറിയപ്പെടുന്നു. ഇയ്യോബിന്റെ പുസ്തകം മനുഷ്യരുടെ ദുരിതങ്ങളെ പറ്റിയുള്ള ഒരു പുസ്തകവും അതിമനോഹരമായ ഒരു സാഹിത്യ ഗ്രന്ഥവുമാണ്. ദൈവത്തിന്റെ സ്തുതിയായി എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ഗ്രന്ഥമാണ് സങ്കീർത്തനങ്ങൾ. സദൃശ്യവാക്യങ്ങൾ ജീവിതത്തിനുള്ള, പ്രത്യേകിച്ച് യുവജനങ്ങൾക്കുള്ള പ്രായോഗിക നിർദ്ദേശങ്ങളാണ്. സഭാപ്രസംഗി സദൃശ്യവാക്യങ്ങളോട് ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ്. ഉത്തമഗീതം ദൈവത്താൽ നിയമിക്കപ്പെട്ട വിവാഹ ജീവിതത്തിലെ പരിശുദ്ധമായ സ്നേഹത്തെ വെളിവാക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെയാണ് ചിത്രീകരിക്കുന്നത്. യെശയ്യാ മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങൾ പ്രവചന പുസ്തകങ്ങളായി അറിയപ്പെടുന്നു. പ്രധാന പ്രവാചകനായ യെശയ്യാവിന്റെ പ്രവചനത്തിൽ യേശുക്രിസ്തുവിന്റെ 1-ാമത്തെ വരവ് മുതൽ 2-ാമത്തെ വരവ് വരെയുള്ള കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ എഴുതിയിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ച, പുതിയ അവകാശം, പുതിയ ഭൂമി എന്നിവയെപ്പറ്റിയും ഈ പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്നു. യെരമ്യാവിനെ വിലപിക്കുന്ന പ്രവാചകൻ എന്നാണ് പൊതുവായി അറിയപ്പെടുന്നത്. യെരമ്യാവിന്റെ പുസ്തകത്തിൽ പ്രധാനമായുള്ള സന്ദേശം ഇസ്രായേലിയർ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്കും മടങ്ങി വരണം എന്നതാണ്. യെഹെസ്കേൽ പുസ്തകം ബാബിലോണിൽ പ്രവാസികളായിരുന്ന യഹൂദന്മാരോടുള്ള സന്ദേശമാണ്. ഈ കാലങ്ങളിൽ വ്യക്തമായി നിറവേറുന്ന പല പ്രവചനങ്ങളും അതിലുണ്ട്. ദാനിയേൽ പ്രവചനം ബൈബിളിൽ അത്ഭുതമായ ഒരു ഗ്രന്ഥമാണ്. അതിന്റെ 2-ാം അധ്യായത്തിൽ ബാബിലോൺ സാമ്രാജ്യം മുതൽ ക്രിസ്തുവിന്റെ 2-ാമത്തെ വരവ് വരെയുള്ള പല കാര്യങ്ങളും
അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഹോശേയ പ്രവാചകന്റെ പുസ്തകം ഇസ്രായേൽ ജനത ദൈവത്തോട് അവിശ്വസ്തരായി തീരുന്നതിനെ പറ്റിയുള്ള ഒരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. യോവേൽ പ്രവചനത്തിൽ ആ കാലം മുതൽ മഹോദ്രവ കാലം വരെയുള്ള പല സംഭവങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇടയ പ്രവാചകനായിരുന്ന ആമോസിന്റെ പ്രവചനത്തിൽ ദൈവഭക്തിയുള്ള ജീവിതത്തിൽ നീതി ആവശ്യമാണെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഒബേദ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ വിഷയം ഏദോമിന്മേലുള്ള ദൈവീക ന്യായവിധിയാണ്. യേശുക്രിസ്തുവിന്റെ നിഴലായി യോനെ അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്താൽ അയക്കപ്പെട്ടവനും മരണ പുനരുദ്ധാനങ്ങൾക്ക് ശേഷം ജാതികൾക്ക് രക്ഷാസന്ദേശം എത്തിച്ചവനുമായ ക്രിസ്തുവിന്റെ നിഴലാണ് യോന. മീഖ പ്രവചനത്തിൽ യേശുക്രിസ്തു ജനിക്കാൻ പോകുന്നതിനെപ്പറ്റിയും എവിടെ ജനിക്കുമെന്നതിനെപ്പറ്റിയും അറിയിച്ചിരിക്കുന്നു. നഹൂമിന്റെ പ്രവചനം യോനയുടെ പ്രവചനത്തിന്റെ തുടർച്ചയാണ്. സെഫന്യാവിന്റെ പുസ്തകത്തിൽ മഹോപദ്രവ കാലത്ത് വെളിപ്പെടുന്ന ദൈവത്തിന്റെ കോപത്തെപ്പറ്റി അറിയിച്ചിരിക്കുന്നു. ഹഗ്ഗായിയുടെ പുസ്തകത്തിൽ യെരുശലേം ദേവാലയം പണിയുന്നതിനുള്ള അവരുടെ വിമുഖതയെ വിമർശിച്ചെഴുതിയിരിക്കുന്നു. സക്കറിയാവിന്റെ പ്രവചനത്തിൽ യെരുശലേം ദേവാലയം പണിയുന്നത് മുതൽ യേശുക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ച വരെയുള്ള പല കാര്യങ്ങളും എഴുതിയിരിക്കുന്നു. മലാഖിയുടെ പുസ്തകത്തിൽ യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയെപ്പറ്റിയാണ് നൽകിയിരിക്കുന്നത്. പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയ്ക്ക് 400 നിശബ്ദ വർഷങ്ങൾ കടന്നുപോയി. ദൈവത്തിൽ നിന്ന് യാതൊരു വെളിപ്പാടും ഇല്ലാതിരുന്ന കാലങ്ങളാകിയാൽ അവയെ ചരിത്രകാരന്മാർ നിശബ്ദ വർഷങ്ങൾ എന്ന് വിളിക്കുന്നു. പുതിയ നിയമത്തിൽ ആദ്യമായി കാണുന്നത് 4 സുവിശേഷ ഗ്രന്ഥങ്ങളാണ്. അവയിൽ യേശുക്രിസ്തുവിന്റെ ജീവിതത്തെയും ശുശ്രൂഷയെപ്പറ്റിയും പ്രതിപാദിച്ചിരിക്കുന്നു. മത്തായി, ലൂക്കോസ് എന്നിവർ എഴുതിയ സുവിശേഷങ്ങളിൽ യേശുവിന്റെ ജീവിത ചരിത്ര സംഗ്രഹം നൽകിയിട്ടുള്ളതിനാൽ അവയെ സുവിശേഷ സംഹിതാ ഗ്രന്ഥങ്ങൾ എന്ന് പേർ വിളിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിനെ രാജാവായും, മർക്കോസിന്റെ സുവിശേഷത്തിൽ ദാസനായും, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പൂർണ്ണ മനുഷ്യനായും ചിത്രീകരിച്ചിരിക്കുന്നു. യോഹന്നാൻ യേശുവിനെ തന്റെ സുവിശേഷത്തിൽ ദൈവമായി അവതരിപ്പിച്ചിരിക്കുന്നു. സുവിശേഷത്തിന്റെ കാതലായ സന്ദേശം യേശുവിന്റെ ജനനവും മരണവും പുനരുദ്ധാനവുമാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ പെന്തക്കോസ്ത് നാൾ മുതൽ അപ്പോസ്തലന്മാരുടെ മരണകാലം വരെയുള്ള ക്രിസ്തീയ സഭയുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം പൗലോസ് അപ്പോസ്തലൻ എഴുതിയതാണ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ റോമർക്ക് എഴുതിയ ലേഖനം മുതൽ എബ്രായർക്ക് എഴുതിയ ലേഖനം വരെയുള്ള പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളാണ്. റോമർക്ക് എഴുതിയ ലേഖനം പ്രധാനപ്പെട്ട ഉപദേശ സിദ്ധാന്തങ്ങൾ അടങ്ങിയ ഒരു പുസ്തകമാണ്. എല്ലാ വിശ്വാസികളും ഈ പുസ്തകത്തെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ടതാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ വിശ്വാസികളുടെ ജഡീയ സ്വഭാവം മൂലമുണ്ടായ തെറ്റുകളെ തിരുത്തുക എന്നതാണ് പ്രധാനമായി പ്രതിപാദിച്ചിരിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ വിശ്വാസികളുടെ ആത്മീയമായ വളർച്ചയ്ക്ക് ആവശ്യമായ വിഷയങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. ഗലാത്യ ലേഖനം ആദിമസഭയിൽ കടന്നുകൂടിയ ദുരുപദേശങ്ങളെയും നിയമസിദ്ധാന്തങ്ങളെയും എഴുതിയിരിക്കുന്നു. എഫീസ്യ ലേഖനത്തിൽ സഭയെ ക്രിസ്തുവിന്റെ ശരീരമായി, യേശുക്രിസ്തു പണിയുന്ന മന്ദിരമായും ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. പ്രാർത്ഥന, പോരാട്ടം എന്നീ വിഷയത്തെപ്പറ്റി പ്രതിപാദിച്ചിട്ടുള്ള അത്യന്തം പ്രാധാന്യമേറിയ ഒരു പുസ്തകമാണിത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം ക്രിസ്തുവിലുള്ള സന്തോഷത്തെ പരാമർശിക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ലേഖനമാണ്. ജ്ഞാനവാദം എന്ന ദുരുപദേശത്തെ ചെറുക്കുന്നതിനും അതിനെതിരെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്ന ഒരു ലേഖനമാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം വളരെ പ്രാധാന്യമുള്ള ഒരു ലേഖനമാണ്. അതിലെ ഓരോ അധ്യായവും അവസാനിക്കുന്നത് ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിനെ സൂചിപ്പിച്ചുകൊണ്ടാണ്. തെസ്സലോനിയർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ ക്രിസ്തുവിനോട് കൂടെ ചേരുന്നത് കർത്താവിന്റെ നാൾ എന്നറിയപ്പെടുന്ന ശിക്ഷാവിധികളുടെ നാളിന് മുമ്പായിരിക്കും എന്ന് പഠിപ്പിക്കുന്നു. തിമോത്യോസിൽ എഴുതിയ 1-ഉം 2-ഉം ലേഖനങ്ങളും തീത്തോസിന്റെ ലേഖനവും സഭാശുശ്രൂഷകന്മാർക്കുള്ള ലേഖനങ്ങൾ എന്ന് അറിയപ്പെടുന്നു. സഭാ ശുശ്രൂഷകൾ സംബന്ധിച്ചുള്ള പ്രധാന കാര്യങ്ങൾ അവയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. യേശുക്രിസ്തു നമുക്ക് പകരമായി തീർന്നതിനാൽ തന്റെ നീതിയെ നമ്മുടെ നീതിയായി തീർത്തെന്നതിനെ ചിത്രീകരിക്കുന്ന ഒരു ലേഖനമാണ് ഫിലോമോൻ എഴുതിയ ലേഖനം. എബ്രായ ലേഖനം യേശുക്രിസ്തുവിന്റെ മഹാപുരോഹിത ശുശ്രൂഷയെ വെളിപ്പെടുത്തുന്നു. യഹൂദമതത്തിലെ പുരോഹിത ശുശ്രൂഷയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് തെളിയിക്കുകയും ചെയ്യുന്നു. യാക്കോബിന്റെ ലേഖനം പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെ പരാമർശിക്കുന്നു. വിശുദ്ധന്മാർക്ക് പരമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിനു വേണ്ടി പോരാടുക എന്നതാണ് യാക്കോബ് എഴുതിയ ലേഖനത്തിന്റെ പ്രതിപാദ്യ വിഷയം. പത്രോസിന്റെ 1-ാം ലേഖനത്തിൽ ക്രിസ്തുവിന്റെ അനുയായികൾക്ക് ഉള്ള കഷ്ടതകളെക്കുറിച്ചാണ് അറിയിച്ചിരിക്കുന്നത്. പത്രോസിന്റെ 2-ാം ലേഖനത്തിൽ വ്യാജ ഉപദേഷ്ടാക്കന്മാരെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം രക്ഷയുടെ ഉറപ്പിനെ പറ്റിയും നൽകിയിരിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ സത്യത്തിന്റെ പ്രാധാന്യത്തെ വെളിപ്പെടുത്തുന്ന ഒരു ലേഖനമാണ് യോഹന്നാന്റെ 2-ാം ലേഖനം. യോഹന്നാന്റെ 3-ാം ലേഖനത്തിൽ ആദിമസഭയുടെ ഒരു വിവരണം കാണാം. ബൈബിളിലെ അവസാനത്തെ ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകം അത് പുതിയ നിയമത്തിലെ പ്രവചന പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകം ആരംഭങ്ങളുടെ പുസ്തകമായതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം അവസാനങ്ങളുടെ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ നമുക്ക് ക്രിസ്തുവിനെ തന്റെ പൂർണ്ണമായ മഹത്വത്തോടുകൂടി കാണാൻ കഴിയും.